വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് കുട്ടികളുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈയിടെയായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിച്ചിട്ട് അവർ അച്ഛനെയും അമ്മനെയൊക്കെ ഉപദ്രവിക്കുന്നു. അമിതമായ സെൽഫോൺ അതിലെ കളികളും അവരെ വളരെയധികം മാറ്റങ്ങൾ വരുത്തി പഠനത്തിൽ വളരെയധികം താഴോട്ട് പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. ദീർഘകാലം അധ്യാപികയായി ജോലി ചെയ്ത എനിക്ക് ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ കുട്ടികൾ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരത് ഉൾക്കൊള്ളും. ഈയിടെയായിട്ട് പല നിയമങ്ങളും കുട്ടികൾക്ക് ശാരീരികമായോ മാനസികമായോ ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ തളർത്താൻ പാടില്ല എന്ന നിയമമൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും ടീച്ചർമാരും മൗനമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ നേരെ പോയി കംപ്ലൈൻറ്റും അങ്ങനെ ആയി ഒരു സമാധാന അന്തരീക്ഷത്തിൽ കൂടെ പണ്ടത്തെ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ അതിനനുസരിച്ച് നീങ്ങുന്നവരുണ്ട്. വീട്ടിൽ നല്ല സപ്പോർട്ടുള്ളവരൊക്കെ. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലല്ലോ. ജോലിക്കാരായ അമ്മമാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മക്കളെ നല്ല രീതിയിൽ പഠനം നല്ല സ്കൂളുകളിലൊക്കെ കൊണ്ടുവിടും. പക്ഷേ അവർ ഈ വക രീതിയിൽ തിരിഞ്ഞു പോവുകയാണ്. ഈയിടെയായിട്ട് ഞാനൊരു ബസ് സ്റ്റാൻഡിൽ ഒരു കല്യാണാവശ്യത്തിനായിട്ട് മറ്റു ടീച്ചർമാരെയും കാത്തു നിൽക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മറ്റു ടീച്ചർമാരെ എത്തിയോ എന്നുള്ള ഇങ്ങനെ വിളിച്ച് ഫോണിൽ കൂടി ചോദിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, ടീച്ചറാണല്ലേ? അതേ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ വർക്ക് ചെയ്യണ മോള്? സൺഡേ ആണ് പറഞ്ഞല്ല, ഞാൻ പോലീസാണ്, സിവിൽ ഡ്രസ്സിലാണ്. കാരണം കുറേ കുട്ടികൾ ഇങ്ങനെ സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ട്യൂഷനൊക്കെ പറഞ്ഞ് വന്ന് പല രീതിയിലും പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയോ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ചിലർ അവരെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇത് ലഹരി പദാർത്ഥങ്ങൾ പല രീതിയിലും കുട്ടികളുടെ കൈകൾ എത്തുന്നുണ്ട്. ആദ്യം ഒരു ടെസ്റ്റ് കേസായിട്ട് കൊടുക്കും, പിന്നീട് അത് അവർക്ക് അതിൽ അഡിക്ഷൻ വന്നാൽ അവർ കാശിനായിട്ട് ഓടിയാണ്. ആദ്യമൊക്കെ ചെറിയ രീതിയിലൊക്കെ അച്ഛനോടും അമ്മനോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വാങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ വളരെയധികം കുട്ടികൾ മാനസികമായിട്ട് തകരുകയാണ്. ഈ കൂട്ടുകെട്ടുകളിൽ കൂടി ഈ ലഹരി പദാർത്ഥങ്ങൾ അവർ അകത്ത് ചെന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഓരോ കുട്ടിയിലും നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവൻ അങ്ങനെയാണെന്നൊക്കെ ചില പാരൻസ് പറയാറുണ്ട്. അതായത് അവൻ എന്ത് ചെയ്ത് കൊടുത്തിട്ട് അവൻ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ചെവ്വാവുന്നില്ല, അവൻ്റെ തോന്നിയാസാണ്, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്തും പലരും ഇപ്പോൾ വന്ന് പറയാറുണ്ട്. ഞാനൊരു തെറാപ്പിസ്റ്റും കൂടെ ആയതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇതാണ് അവന് പ്രശ്നം. രാവിലെ പോകുന്നു, രാവിലെ ഞാൻ എണീറ്റ് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് വിട്ടാലും അവനൊരു പഠിക്കുന്നില്ല, പഠനത്തിലൊക്കെ വളരെ പിന്നിലാണ്, കളിയാണ് ജ്വരം. ചില കുട്ടികൾ ഈ രീതിയിലൊക്കെ അവരങ്ങനെ അവരെ ചീത്ത പറയും. അപ്പോൾ ഇവർ വീണ്ടും മാനസിക സംഘർഷത്തിലേക്ക് ഈ കുട്ടികൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടി, ആ കുട്ടി അച്ഛനും അമ്മയും അവരോട് ഒരു 20 മിനിറ്റെങ്കിലും ഒരു ദിവസം മനസ്സ് തുറക്കുക, അവരെ ഒന്ന് കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊന്ന് കേൾക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തുക. അത് മസ്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ നമ്മളിൽ എന്ത് ചെയ്യുമ്പോഴും അച്ഛനെയും അമ്മനെയൊക്കെ ഓർക്കാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുക, അവരെ കളിയാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്കൂളിലും ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്, പക്ഷെ അതൊക്കെ അവർ അത്ര കാര്യമായിട്ട് എടുക്കാറില്ലേ. ഈയിടെയായിട്ട് ലഹരി ഉപയോഗിച്ചിട്ടുള്ള തല്ലുപിടുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികളെ മനസ്സിലാക്കാനും പിന്നെ അവരുടെ ദേഷ്യം കൂട്ടാതിരിക്കുക. എല്ലാ നെഗറ്റീവായിട്ട് അവരോട് പറയുമ്പോഴേ അവർക്ക് നിങ്ങളോട് അകൽച്ച വരും, നിങ്ങളോട് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഒരു ഗ്ലാസ് ബോട്ടിൽ കയ്യിലെടുക്കുന്ന ലാഘവത്തോടു കൂടെ തന്നെ അതെപ്പോഴും വീഴും എന്നുള്ളൊരു കെയർ ചെയ്തിട്ട് തന്നെ വേണം ഈ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമ്മളുടെ കുട്ടികൾ നമ്മളോട് ചേർന്ന് നിൽക്കുകയുള്ളൂ. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറേ ഫിലിംസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അടി അതും അവരെ ഡിവേറ്റ് ചെയ്യുന്ന, അവരെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അത് കാണുന്നതൊക്കെ വളരെയധികം കുറയ്ക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. എക്സാമിനേഷൻ വരുമ്പോൾ അതിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇപ്പോൾ ജോലിയുള്ള അമ്മമാർ ഒരു 10 ദിവസം ലീവ് എടുത്തോ 15 ദിവസം ലീവ് എടുത്തോ കുട്ടികളുടെ ഏരിയത്തിൽ ഇരിക്കുന്നതിൽ തെറ്റില്ല. അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിനെ അത് നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അമ്മ ലീവ് എടുത്ത് എന്നെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലിരിക്കുന്നു, അവരെ പഠിക്കാൻ വിട്ടിട്ട് പഠിക്കുന്നു പറയാതെ അവരെ കൂട്ടത്തിലിരുന്ന് നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷേ അവരൊപ്പം അമ്മയും കൂടി ഉണ്ടെന്നുള്ളൊരു ബോധം അവർക്ക് വരണം. ഇനി
പല രീതിയിലും പഠിക്കൽ മാത്രമല്ല അഭിരുചികളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ചില കുട്ടികൾക്ക് ആ അഭിരുചിയിലായിരിക്കും അവർ ജോലി കണ്ടെത്തുക. ഇപ്പോൾ നമുക്കറിയാം പല പ്രശസ്തരായ ഗായികമാർ, അതേപോലെ തന്നെ ക്രിക്കറ്റ് പ്ലെയേഴ്സ്, അതേപോലെ എല്ലാ രീതിയിലും പാട്ടുകാർ എല്ലാവരും ഇതേപോലെ തന്നെ നൃത്തം ചെയ്യുന്ന ആൾ എല്ലാ ഫീൽഡും ആ അഭിരുചിക്കനുസരിച്ച് ആ വേറെ ഒരു സബ്ജക്റ്റിൽ പോകാതെ അവർ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ വളരെയധികം മേലോട്ട് പോകാനുള്ള കാര്യങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക. പഠിക്കൽ മാത്രമല്ല അഭിരുചിയും കൂടെ നമ്മൾ കണ്ടെത്തി, ടീച്ചേഴ്സ് അത് മിക്കവാറും കണ്ടെത്തും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം. അപ്പോൾ അവരോടുള്ള സമീപനമാണ് നമ്മൾ മാറ്റേണ്ടത്. അല്ലാതെ ഒരു കുട്ടിയും ചീത്തയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയും ചീത്തയല്ല. പക്ഷേ നമ്മൾ പേരൻസും ടീച്ചേഴ്സും എല്ലാവരും സമൂഹവും അവരോടുള്ള സമീപനം അത് നല്ലതാക്കണം. പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരു തലോടലും ഒരു അനുമോദനം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ അനുമോദിക്കുന്ന പോലെ വലിയതായാലും അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് അനുമോദിക്കുക. അത് അവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അധ്യാപകരും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സമൂഹത്തിൽ നല്ല കുട്ടികൾ ഉണ്ടായാൽ മാത്രമേ, നല്ല പൗരന്മാരായാൽ മാത്രമേ നമ്മളുടെ നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരുവിധം കുട്ടികൾ ഇങ്ങനെ ജോലി ഇല്ലാതെ നടക്കുകയാണ്. കുറേ പേര് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൽ അവർക്ക് മുഴുവനും കംപ്ലീറ്റ് ആക്കാതെ അതിൽ വിഷമിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന കുട്ടികളാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ രീതിയിലേക്ക് ലഹരിയിലേക്കൊക്കെ പോയി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ കുട്ടികളെ കൂടെ ചേർക്കുക. ആ കൂടെ നമ്മൾ അവരോട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവർ നല്ല കുട്ടികളായിരിക്കും. അതേപോലെ പഠനത്തിലും അവർ തോൽവി ഇഷ്ടപ്പെടാത്ത കുട്ടികളാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് എല്ലായിടത്തും ജയിക്കണം എന്നാണ് അവരെ ഇത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുക. ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കുട്ടികളെ നമ്മളുടെ ഏറ്റവും കരുതലോടെ കാണേണ്ട കുട്ടികളെ ചേർത്ത് പിടിച്ചാൽ നല്ലൊരു അച്ഛനും അമ്മയും നല്ല മക്കളും ആയിത്തീരും. താങ്ക് യു.